കേരള ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ ശ്രീമാൻ ജഗന്നാഥ് വർമ്മയെ ലോക്കപ്പിലിട്ട് അതിക്രൂരമായി മർദ്ദിക്കുകയും പാവപ്പെട്ട ബസ് ജീവനക്കാരെ നടുറോഡിലിട്ട് തല്ലിച്ചതയ്ക്കുകയും ചെയ്തതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നതിന്റെ ഭാഗമായി കടകളടച്ചും ഗതാഗതം സ്തംഭിപ്പിച്ചും ഹർത്താൽ ആചരിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. മെഡിക്കൽ കോളേജിലേക്ക് ഏത് പള്ളിപ്പറമ്പിലേക്കാണെങ്കിലും നിന്റെ പേരെ കൂടെ നനമില്ല. പ്രകടനം വിലയങ്ങാടിയില്ല. പോലീസ് തീരുമാനിക്കുക. Half the battalion ASI follow me. The rest can stay. ചെറ്റ അവിടെ സ്റ്റേഷനിൽ വെച്ച് എന്നോട് സിനിമ സ്റ്റൈലിൽ പെർഫോമൻസ് നടത്തിയപ്പോ അവൻ ഊഹിച്ചു കാണില്ല അതിന്റെ പേരിൽ ഇങ്ങനെ ഒരു പെർഫോമൻസ് നാട്ടിൽ നടക്കുമെന്ന്. നമ്മുടെ പയ്യന്മാരെ നന്നായി ഇളകി കളിച്ചിട്ടുണ്ട്. ഇതെന്തായാലും ചെയർമാന്റെ പൊളിറ്റിക്കൽ ഇമേജിന് ഗുണം ചെയ്യും. പൊളിറ്റിക്കൽ ഇമേജ് ഒക്കെ ഈ പത്മിനിയുടെ ഇല്ലെങ്കിൽ കാണാമായിരുന്നു. ഞാൻ നേരിട്ട് DGP വിളിച്ചുകൊണ്ടാ ഇന്ത്യ ഇങ്ങോട്ട് ഇറങ്ങി പോന്നത്. ആ കാക്കിയുടെ താന്തോന്നി കാണിച്ച അഹങ്കാരത്തിന് വെച്ചേക്കരുതവനെ. ഇങ്ങനെ കൊണ്ട് പറ്റില്ലെങ്കിൽ എന്തിനു പോകുന്ന ആമ്പിള്ളേർ എന്റെ അടുത്തുണ്ട്. നീ ഒന്ന് അടങ്ങന്റെ പത്മിനി. അവന് വേണ്ടത് എന്താണെന്ന് വെച്ചാ അത് അതിന്റെ പലിശയും കൂട്ടുപലിശയും ചേർത്ത് നമ്മുടെ പൗലോസും പിള്ളേരും കൂടി വേണ്ട പോലെ ഇപ്പൊ തന്നെ കൊടുത്തു. എനിക്കിട്ട് വേണ്ട പോലെ അങ്ങോട്ട് ഉണ്ടാക്കി തരാൻ എവനെ പോലത്തെ ഉണ്ണാക്കന്മാരും ഈ നിൽക്കുന്ന പത്മിനി കൊച്ചമ്മയുടെ അണ്ടർഗ്രൗണ്ടിൽ ടൂട്ടി വളർത്തിയ എന്തിനും പോകുന്ന മറ്റവന്മാരും എല്ലാവരും കൂടെ അങ്ങോട്ട് ഇറങ്ങി തിരിച്ചാലും ഈ SI ഉണ്ണികൃഷ്ണന്റെ ഒരു രോമം പറിച്ചെടുക്കണമെങ്കിൽ നീയൊക്കെ വേറെ തന്തയ്ക്ക് ജനിക്കണോടാ. ഇതിയാനെ തല്ലിതം പോരാഞ്ഞിട്ട് പിന്നെ നീ ഇവിടെ കയറി വന്ന ആളാവ നിന്നാലുണ്ടല്ലോ ഈ പത്മിനി ആയാലും നിനക്ക് ശരിക്കറിയില്ല. ഈ പത്മിനി കൊച്ചമ്മ ആരാണെന്ന് ഈ കൊച്ചേട്ടൻ അറിയില്ല എന്ന കാര്യം എനിക്ക് നന്നായിട്ട് മനസ്സിലായി. കാരണം റൂട്ടിലോടുന്ന 18 വണ്ടി ഉണ്ടെന്നാണ് ഇയാൾ സ്റ്റേഷനിൽ കയറി ഒന്ന് വീമ്പിളക്കിയത്. 18 അല്ല, ഈ വോൾവോ അടക്കം 19 വണ്ടി റൂട്ടിലോടി കളക്ഷൻ ഉണ്ടാക്കുന്ന കാര്യം നാട്ടുകാർക്കൊക്കെ നന്നായിട്ട് അറിയാൻ ചേച്ചി. കുടുംബത്തിൽ കയറി വന്ന് പോക്കിരുത്തരം പറഞ്ഞാലുണ്ടല്ലോ. പോക്കിരുത്തരം പറയാനല്ലടാ, കാണിക്കാൻ വന്നാ ഞാൻ. നിന്റെയൊക്കെ തോന്നിവാസത്തിന് തോന്നിയ പോലെ ബന്ധം ഹർത്താലും പ്രഖ്യാപിക്കുമ്പോ അതിന്റെ പേര് ഇവനൊക്കെ കയറി പൂന്ത് വിളയാടാനുള്ള അല്ലടാ സർക്കാരിന്റെ പോലീസ് ജീപ്പ്. അതിന്റെ കണക്ക് ഇവിടെ കയറി വന്ന് അപ്പ തീർത്തില്ലെങ്കിൽ
പിന്നെ ഈ മീശയും കളഞ്ഞ് കൊച്ചമ്മ പറഞ്ഞ എന്തിനും പോകുന്ന ആൺപിള്ളേരിൽ ഒരാളായി ആ പണിയെടുത്ത് ജീവിക്കും ഞാൻ. തല്ലി പൊട്ടിക്കടാ. തല്ലി പൊട്ടിക്കടാ പൊലയാടി മോനെ. ഈ ചെയർമാൻ എന്നൊക്കെ പറഞ്ഞ ആരാണ് അച്ഛന്റെ വിചാരം? ആരാ? ഒരു വിവരവും ഇല്ലേ? വലിയ വലിയ ആൾക്കാരാ, മനസ്സിലായോ? ഈ ആൾക്കാരെന്ന് പറയുമ്പോ ചെയർമാൻ ഒരാളല്ലേ? ഉപ്പിത്തിരി കൂടിയോ എന്ന് സംശയം. ഉപ്പ് മാത്രമല്ല, ഇവിടെ മൊത്തത്തിൽ ഇപ്പൊ ഇച്ചിരി കൂടി കിടക്കുക പോക്കൃത്തരം. അയാളെ സ്റ്റേഷനിൽ വെച്ച് തല്ലിയും പോരാഞ്ഞ് പിന്നെ കുടുംബത്ത് കയറിച്ചാൻ തല്ലിപ്പൊട്ടിക്കുക. ഇതിന് പോക്കൃത്തരം എന്നല്ല എന്താ പറയാ? പോകരുതെന്നല്ല എന്താ പറയാ? മുളകത്തിലൂടെ ആവാൻ തോന്നുന്നു. എനിക്ക് ഉണ്ണി കാണിച്ചത് വലിയ പോക്കരുത്തരായിട്ടൊന്നും തോന്നണില്ല. അയാൾ അവിടെ കയറിയൊന്ന് അച്ഛനെ പറഞ്ഞ പിന്നെ കയ്യും കെട്ടി നോക്കി നിൽക്കണോ? കൈയും കെട്ടി നോക്കി നിൽക്കണം. കൊമ്പത്തുള്ളവന്മാര് കയറി വന്ന് തന്തയ്ക്ക് വിളിച്ചാലും കൈയും കെട്ടി നോക്കി നിൽക്കണം. അതാണ് ബുദ്ധിയുള്ള പോലീസുകാർ കാണിക്കേണ്ട മര്യാദ. അത് ഏട്ടന്റെ കാഴ്ചപ്പാട്, ഇതെന്റെ കാഴ്ചപ്പാട്. എടാ 10-17 കൊല്ലം മുമ്പ് പുത്തൻ യൂണിഫോം ഇട്ട് നിന്റെ ഇതേ കാഴ്ചപ്പാടും വെച്ച് ഞാൻ ഇറങ്ങിയതാ ഒരുത്തനെ നന്നാക്കാൻ അങ്ങാടിയിലേക്ക്. പക്ഷെ അതിന്റെ പേരിൽ എനിക്ക് കിട്ടിയത് വെറും ഒരു പാടാ, മുറിപ്പാട്. ദാ കണ്ട ഇപ്പുറത്താ, ദാ കണ്ട, ദാ കണ്ട, ദാ കണ്ടാടി. എല്ലാരും കാണാനാ ഞാൻ പറയുന്നത്. അന്നവൻ ഗുണ്ടയായിരുന്നു, ഇന്നവനൊരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാ, PA. അവസാനം നമുക്കെന്താ ബാക്കിയായത്? ഈ പാടും പിന്നെ കുറെ കഷ്ടപ്പാടും. ഇത് രണ്ടും കൂടാതെ ഈ 17 വർഷത്തെ സർവീസിനിടയിൽ ഏട്ടനൊരു പേരൂടെ ബാക്കിയായിട്ടുണ്ടെന്നാണ് എന്റെ അറിവ്. അല്ല, അത് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആ പേര് ഞാൻ പറയാം. നട്ടലില്ലാത്ത പോലീസുകാരൻ. അച്ഛനെ കളിയാക്കൊന്നും വേണ്ട. എന്റെ അച്ഛൻ പാവാ. നല്ല മോള്, എഴുന്നേക്കടി. അല്ല അച്ഛാ, ഞാൻ ഈ കഞ്ഞി ഒന്ന് തീർത്തിട്ട്. സ്വന്തം അച്ഛനെ ഈ പരുവത്തിൽ കഞ്ഞിയാക്കിയതും പോരാഞ്ഞ് പിന്നെയും കഞ്ഞി തീർക്കാൻ ഇരിക്കാണ്. അല്ലല്ലോ നിന്റെ റേഷൻ ഇത്തിരി കൂടുതലാ. എഴുന്നേക്കടി. നിന്നോട് ചേർത്താ പറഞ്ഞത്. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ഇവിടെ നിന്ന് പഠിക്കല്ലേ. നീ അവിടെ നിന്ന് പഠിക്കുന്നതിനിടയ്ക്ക് കൊക്കോ കൊക്കോ ഒന്നും ചിരിക്കുന്നതിന്. അച്ഛാ, ചേട്ടൻ പറഞ്ഞ അനുസരിക്കണം. മോളെ കട എവിടെ ഇരിക്കുന്നേ? അച്ഛാ, നിങ്ങൾ ഇതിനിടയിൽ നിന്ന് കടുവറക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. ഒരു കുടുംബത്തെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കാമെന്ന് വിചാരിച്ചപ്പം ഗ്രഹനാഥൻ ഞാൻ ഇടയ്ക്കറി പറവിടുക. ഞാൻ എന്റെ അനുഭവം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി എന്താന്ന് വെച്ചാൽ നിങ്ങളായി. രാമേഷ, ആരാ ഇപ്പൊ എതിര് പറഞ്ഞേ? നീ നോക്കിക്കോ, ഇനി ഒരു പോക്കൃത്തതിനും അവൻ പോവില്ല. എടാ ഉണ്ണീഷ, നീ പോവോ? നീ അച്ഛന്റെ മുഖത്ത് നോക്കി പറ. പറ, പോവോ? അങ്ങനെയെങ്കിൽ അങ്ങനെ. കേട്ടല്ലോ. അതൊരു പാവാണ്. പാവം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാച്ചാ? ഇന്ന് പോലീസ് സ്റ്റേഷനിൽ അയാൾ കയറി ഒന്ന് കാണിച്ച തെമ്മാതെ. അച്ഛനെന്താ ഞരമ്പ് രോഗമല്ലോ ഉണ്ടോ? എന്താ? അല്ല, ഇടയ്ക്കിടയ്ക്ക് ട്യൂബ് ലൈറ്റ് മിന്നുന്ന പോലെ നടന്ന് മിന്നുന്നുണ്ടല്ലോ. അയ്യോ, വെളിച്ചെണ്ണ തിളച്ചു, വെളിച്ചെണ്ണ തിളച്ചു. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ എന്താ പറയാ, മൂപ്പര് ഭയങ്കരനാ. അങ്ങനല്ല ഞാൻ പറയാം. ഉണ്ണികൃഷ്ണ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂപ്പര് ഭയങ്കരനാ. അതെന്നല്ലോ ഞാനും പറഞ്ഞു. നിങ്ങൾ പറഞ്ഞതൊക്കെ, പക്ഷെ മോഡുലേഷൻ കറക്റ്റ് അല്ല. കട്ട് കട്ട് മാഡം. നോ ടെൻഷൻ, റിലാക്സ്. പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് ക്യാമറയിൽ നോക്കി പറഞ്ഞാൽ മതി. പൊന്നാര മോളിനെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. ഇനി എന്ത് വേണം ജബനോട് പറഞ്ഞാൽ മതി. ഇവൻ അത്യാവശ്യം മിമിക്രി മോണൊക്കെയുള്ള ആളാ. അങ്ങനെയാണ് നമ്മുടെ രാജമാണിക്ക സ്റ്റൈലിൽ തന്നെ പറയാം. ലവനും പുലിയാണ് കേട്ടാ. മോട കണ്ടാലേട പെടും. അയ്യോ, എന്താടോ ഇവിടെ ഷൂട്ടിംഗും തുടങ്ങി? അല്ല സാറേ, സാറിനെ ഇന്റർവ്യൂ ചെയ്യാൻ.
എന്നോട് ചോദിക്കാതെ എന്നെ ഇന്റർവ്യൂ ചെയ്യാനോ? സോറി സർ, ഐ എം പാർവന ഫ്രം മീഡിയ വിഷൻ. പോലീസ് ഡിപ്പാർട്ട്മെന്റിലും പൊളിറ്റിക്സിലും സിനിമയിലും ഒക്കെയുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമേഴ്സിനെ, ഐ മീൻ സാറിനെ പോലെയുള്ള ഹീറോസിനെ എല്ലാം ചേർത്ത് ഞങ്ങളുടെ ചാനൽ ഒരു മെഗാ പരമ്പര സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മാഡം, ഈ പറഞ്ഞ മെഗാ പരമ്പരയ്ക്ക് പൊളിറ്റീഷ്യൻസിനെയും സിനിമാക്കാരെയൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ ഇത് ഏരിയ പോലീസ് സ്റ്റേഷനാ. ഇവിടെ കയറി വന്ന് ഇങ്ങനൊരു അഭ്യാസം നടത്താൻ നിന്നെയൊക്കെ ആരാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? സർ, അത് ഞങ്ങളുടെ ചാനൽ. ഓ, ചാനലുകളാണല്ലോ ഇപ്പൊ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. എന്നാ പിന്നെ ഇവരെയൊക്കെ നേരിട്ട് കണ്ട് പരിചയപ്പെട്ടിട്ട് തന്നെ ബാക്കി കാര്യം. ചെന്ന് വണ്ടി കേറാൻ. ചാനലാണ്, പെണ്ണാണ്, വിഷൻ വിഷൻ. കാര്യം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ പ്രശ്നം വഷളാവേ. ഹെഡ് കോൺസ്റ്റബിളിനോട് ചോദിച്ചില്ല സർ. നിങ്ങളൊക്കെ ഇപ്പൊ തന്നെ സ്ഥലം കാലിയാക്കുന്നോ അതോ 2 ദിവസം ഇവിടെ റിലാക്സ് ചെയ്തിട്ട് പോകുന്നോ? പോയിക്കോളാം സാർ. ഒരു ബ്രദർ എന്ന നിലയിൽ പറയുകയാണ്, ഒരു പെണ്ണിനെയും കൊണ്ട് ഒറ്റയ്ക്ക് കൂടെ 2 വനിതാ പോലീസിനെയും കൂട്ടിക്കോ. അല്ലേ വേണ്ട, ഒരു ധൈര്യത്തിന് ഞാനിവിടെ വരാം. നീ ചെറുപ്പ പീഡന കാലമാണേ. മൂപ്പരുങ്ങൾ അനുജനായതുകൊണ്ട് പറയല്ല, ഇത് കുഴപ്പാവും. എപ്പ കുഴപ്പമായെന്ന് ചോദിച്ചാ മതി. മേഡം ഇങ്ങോട്ട് ഇറങ്ങിയട്ടെ. എന്തിനാ? കല്യാണം കഴിക്കാൻ. ഇങ്ങോട്ട് ഇറങ്ങടി. നിന്റെ ഒരു എൻട്രി ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാ. പക്ഷെ അതിങ്ങനെ പോലീസ് സ്റ്റേഷൻ വഴി കുടുംബം കൊളമാക്കിക്കൊണ്ടായിരിക്കും വിചാരിച്ചില്ല. ഹീറോ പോലീസ് ആകുമ്പോ ഹീറോയിന്റെ ഇൻട്രൊഡക്ഷൻ ഒരു പഞ്ച് കിട്ടാൻ പോലീസ് സ്റ്റേഷനല്ലേ നല്ലത്? പഞ്ചൊക്കെ, പക്ഷെ എന്റെ ഇടതുഭാഗത്ത് നിന്ന് ഇടയ്ക്കിടയ്ക്ക് പഞ്ച് ചെയ്ത മഹാനുണ്ടല്ലോ, അത് വെറും ഹെഡ് കോൺസ്റ്റബിൾ അല്ല, എന്റെ ഏട്ടനും കൂടാ. ആളൊരു നിരപരാധിയാണെങ്കിലും ഇത്തരം ചാനൽ കണക്ഷൻ സാറ്റലൈറ്റ് വഴി വീട്ടിലെത്തിച്ച് മനുഷ്യനെ നാണം കെടുത്താൻ ഇതിനേക്കാൾ മിടുക്കനായ ഒരാൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ പറയില്ല. അപ്പൊ എന്തുദ്ദേശത്തിലാണ് ഈ വരവ്? 500 ഏക്കർ കഞ്ചാവ് തോട്ടം കത്തിച്ചു കളഞ്ഞിട്ട് നീ അവിടെ നിങ്ങോട്ട് മല ഇറങ്ങുമ്പോ എന്താ വിചാരിച്ചത്? അവിടെയുള്ള അണ്ണാച്ചിമാരൊക്കെ ചുമ്മാ കൈയും കെട്ടി നോക്കി നിൽക്കുമെന്നോ? എന്റെ മീഡിയ മിഷൻ വഴി ഞാൻ നിനക്ക് തന്ന ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ വെച്ചാ നീയും നിന്റെ പോലീസും അവിടെ അങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തിയതെന്ന് അവർക്ക് ബോധ്യമായ അടുത്ത നിമിഷം തന്നെ അവൻ റിയാക്ട് ചെയ്തു. ആ പാർത്ഥിവൻ, അതും പക്ക സിനിമ സ്റ്റൈലിൽ. എന്നെയൊക്കെ കൈ കിട്ടിയ അന്ത സ്പോട്ടിലെ ഷുട്ടിടുവൻ എന്ന് പറഞ്ഞിട്ട് അവൻ ഇറങ്ങിപ്പോയത്. എന്നിട്ട് നീ എന്താ എന്നോട് പറയായിരുന്നു? നിന്റെ സ്വഭാവം എനിക്ക് അറിയാവുന്നതുകൊണ്ട്. അപ്പൊ പിന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചു. നേരെ ഇങ്ങോട്ട് വെച്ച് പിടിച്ചു. മീഡിയ കിങ് സോമശേഖര വർമ്മയുടെ ഏകപുത്രി പാർവണ വർമ്മയ്ക്ക് കോഴിക്കോട്ടേക്ക് ഒരു ട്രാൻസ്ഫർ വാങ്ങാൻ ഒരു ഫോൺ കോളിന്റെ ചെലവിൽ വരുമെന്ന് സാറിന് അറിയാലോ. മാത്രമല്ല, നീ അവിടെ നിങ്ങോട്ട് പോന്നേ പിന്നെ എന്താണെന്നറിയില്ല, ഒരുതരം ഫീലിംഗ്, വല്ലാത്തൊരു ശൂന്യത. അതെ, പ്രായത്തിന്റെ കുഴപ്പ. ആ, കറക്റ്റ്. അപ്പൊ നിനക്കും ഫീൽ ചെയ്തു അല്ലേ? അതാ ഞാൻ പറഞ്ഞത്. ആ സ്ഥിതിക്ക് ഈ മീശയും പിരിച്ച് ശ്വാസവും പിടിച്ച് നാട് നന്നാക്കാൻ വേണ്ടിയുള്ള നിന്റെ അഭ്യാസ പ്രകടനങ്ങൾക്കിടയിൽ ഈ ഒരു ഫീമെയിൽ ബ്രെയിനിന്റെ ഹെൽപ്പ് നല്ലതാ. അതോടൊപ്പം തന്നെ ഇതുപോലെ വല്ലപ്പോഴും ഒക്കെ നമുക്കൊന്ന് റൊമാൻറ്റിക് ആവാൻ ചെയ്യാലോ. Am I correct? എക്സാക്ട്ലി. അപ്പൊ മേഡം ഒരു കാര്യം ചെയ്യും, കുറച്ചു നേരം ഇവിടെ സ്വസ്ഥമായിട്ടിരുന്ന് റൊമാൻറ്റിക് ആവും. ഞാൻ ഇപ്പൊ ഡ്യൂട്ടിയിലാണ്, കുറച്ച് കഴിഞ്ഞ് വന്ന് ജോയിൻ ചെയ്തോളാം. ഓക്കെ? ഇതേ ഡിപ്പാർട്ട്മെന്റിന്റെ ജീപ്പാ. നിന്നെ പോലുള്ള കാമുകിമാരെയും കൊണ്ട് സവാരി ഗിരിഗിരി നടത്താനുള്ളതല്ല. പുതിയ ഇൻഫർമേഷൻ വല്ലതും ഉണ്ടേ വിളിക്ക്, അപ്പൊ കാണാം.